പ്രൊഫസർ പി ജി ഹരിദാസ്, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രൊഫസർ പ്രബോധ ചന്ദ്രൻ നായർ, മറ്റ് വേദിയിലുള്ള ശ്രീമതി ജ്യോത്സ്ന, പ്രൊഫസർ മേനോൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആന്റണി ടീച്ചർ ഉൾപ്പെടെ പ്രൊഫസർ വിശ്വനാഥൻ സാറിൻ്റെ കുടുംബം, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൊഫസർ തുറവൂർ വിശംബരൻ എന്ന് പറയുന്ന ജ്ഞാനസൂര്യനെ അനുസ്മരിക്കുന്ന തപസ്യയുടെ ചടങ്ങ്. അദ്ദേഹം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജ്ഞാനത്തിൻ്റെ പ്രഭ വളരെയധികം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പരിലസിപ്പിച്ച വലിയ ഒരു ഗുരുനാഥനായിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളെല്ലാം വിസ്മയം കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതിഭ അതായിരുന്നു പ്രൊഫസർ തുറവൂർ വിശംബരൻ. ഇന്ന് ഈ ജ്ഞാനത്തിൻ്റെ മേഖലയിൽ തന്നെ പരിലസിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ പ്രബോധചന്ദ്രൻ നായർക്ക് ഒരു അവാർഡ് ദാനം കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് ചടങ്ങും വളരെയധികം പ്രധാനപ്പെട്ട ചാരിതാർത്ഥ്യം നിറഞ്ഞ ചടങ്ങുകൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഫസർ തുറവൂർ വിശംബരനുമായി വളരെയധികം വർഷക്കാലത്തെ പരിചയം എനിക്കുണ്ട്. 1997 തുടങ്ങി അദ്ദേഹം നിര്യാതനാവുന്നവരെ എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെയധികം അടുപ്പവും പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാഗ്ധോരണിയും അതോടൊപ്പം തന്നെ ചിന്താമണ്ഡലവും കുറച്ചൊക്കെ അടുത്തറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനകരമായ ഒരു കാര്യമാണ്. വാക്കുകൾ ആണ്, നമ്മളെല്ലാം വാക്കുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ വാക്കറിയാൻ ആശിക്കല, വാക്കിൻ സ്രോതസ് അറിയുക എന്ന കൗശീതകി ഉപനിഷത്തിൽ എഴുതിയിട്ടുണ്ട്. വാക്കുകൾ അറിയാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. വാക്കുകളാണ് നമ്മൾ എപ്പോഴും അതിലാണ് നമ്മുടെ ചിന്ത ഉടക്കി കിടക്കുന്നത്. പക്ഷേ വാക്കിൻ്റെ സ്രോതസ്സിലേക്ക് പോകാനായിട്ട് വളരെ കുറച്ച് ആളുകൾക്ക് സാധിക്കാറുണ്ട്. വാക്കിൻ്റെ സ്രോതസ് അന്വേഷിച്ച് ആ സ്രോതസ് എന്ന് പറയുന്നത് വലിയ ഒരു മഹാ ആകാശമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് പ്രൊഫസർ തുറവൂർ വിശംബരൻ. വാക്ക് പുറപ്പെടുന്നത് തന്നെ അതിന് 4 തലങ്ങളുണ്ട് എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരാ വാങ്മൂല ചക്രസ്ഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പശ്യന്തി നാഭി സംസ്ഥിത എന്നാണ്. അത് മൂന്നാമത്തേത് മധ്യമ എന്ന് പറയുന്നത് അത് ഹൃദിസ്ഥ മധ്യമ ജ്ഞേയ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ വൈഖരിയാണെങ്കിൽ വൈഖരി കണ്ഠദേശക. അപ്പം വാക്ക് കണ്ഠത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, വൈഖരിയാണ്. പക്ഷെ അതിന് 3 തലങ്ങൾ അതിൻ്റെ താഴെയുമുണ്ട് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും അടിസ്ഥാന തലം പര എന്ന് പറയുന്ന തലം, അത് മൂലചക്രസ്ഥം, വാക്കിൻ്റെ മൂലചക്രമാണ്. ആ മൂലചക്രത്തിൽ നിന്നാണ് വാക്കിൻ്റെ ഈ മൂർത്തമല്ലാത്ത അമൂർത്തമായ രൂപം പുറപ്പെടുന്നത്. ഈ മൂലചക്രത്തിൽ നിന്നാണ്. അവിടുന്ന് പുറപ്പെട്ട് നാഭി ഒരു അത് പശ്യന്തിയായിട്ട് ഒരു ചെറിയ രൂപം, നമുക്ക് തിരിച്ചറിയാവുന്ന രൂപം പ്രാപിക്കുകയും അതിനു മുകളിൽ മനസ്സിൽ എത്തി കുറച്ചുകൂടെ മൂർത്തമായ രൂപത്തിലെത്തുകയും അവസാനം അത് വൈഖരിയായി കണ്ഠത്തിലൂടെ പുറപ്പെടുകയും ചെയ്യും. മാണ്ഡൂക്യത്തിൻ്റെ ഉപനിഷത്തിലെ ഈ 4 തലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥകൾക്കപ്പുറം പിന്നെ തുരീയ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഓം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ 4 ഭാഗങ്ങളായിട്ട് ഇതിനെ വാക്ക് പുറപ്പെടുന്നതിന് ചിത്രീകരിക്കുന്നു. അപ്പം നമ്മൾ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ വ്യക്തി ഓരോ വാക്ക് പറയുമ്പോൾ ഇത് ഓരോ തലങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്. മിക്കവാറും ആളുകൾ പറയുന്ന 90% വാക്കുകളും വൈഖരിയുടെ തലം മാത്രമേ ഉള്ളൂ. കണ്ഠത്തിൽ നിന്നാണ് അതിൻ്റെ ഉറവിടം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആ വാക്കിൻ്റെ അർത്ഥവും അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അറിയാം ഇത് അവരുടെ കണ്ഠത്തിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരൊച്ച മാത്രമേ ഉള്ളൂ അതിൽ.
അതിൽ പിന്നെ താഴോട്ടൊന്നുമില്ല എന്ന് തോന്നും. പിന്നെ അതിൻ്റെ താഴോട്ട് വൈഖരി എന്ന് നേരത്തെ പറഞ്ഞ പോലെ പരാപശന്തി മധ്യമ വൈഖരി എന്നാണല്ലോ. മധ്യമ തലത്തിൽ നിന്ന് ചിലരുടെ വാക്കുകൾ പുറപ്പെടും, മറ്റു ചിലർക്ക് അത് പശന്തിയുടെ തലത്തിൽ നിന്നാണ്. അത് പര എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായ ഒരു തലത്തിൽ നിന്ന് പുറപ്പെടുന്ന വ്യക്തികൾ അത് കുറച്ച് കുറവാണ്, വളരെ കുറവാണ്. പ്രൊഫസർ വിശ്വംഭരനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോൾ സംസാരിച്ചാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം പുറപ്പെടുന്നത് ഈ പര എന്ന് പറയുന്ന വളരെ ഒരുപക്ഷെ അബോധം എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള വളരെ അഗാധമായ ഒരു തലത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മശക്തിയും വളരെ ഐതിഹാസികമായി. ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത് പലരും ചെയ്യാറില്ല. പക്ഷേ അത് കൂടാതെ ഇത് ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? വളരെയധികം കാര്യങ്ങൾ ഓർമ്മിച്ച് കഴിയുമ്പോൾ അതിൽ ഒരെണ്ണം പെട്ടെന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കൂടുതൽ പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിന് നിരവധി ഭാഷകളിലും അതുപോലെ തന്നെ പുരാണത്തിലും മറ്റ് തത്വചിന്തയിലും സാഹിത്യത്തിലും എല്ലാം വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്ന വ്യക്തി. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു കാര്യം പുറത്തേക്ക് എടുക്കാൻ ഒരു മൈക്രോ സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു. അത് കാരണം നിരവധി മേഖലകളിൽ ഉള്ള വിജ്ഞാനം അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അത് പറയാനുള്ള ഒരു വൈഭവം അത് വളരെയധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ സീരിയല്, മഹാഭാരതം സീരിയല് കണ്ട ആളുകൾക്കെല്ലാം അത് ബോധ്യമായിട്ടുണ്ട്. ഒരേ സമയം ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാപരിക്കുകയും അവിടെ നിന്നെല്ലാമുള്ള വിജ്ഞാന ശകലങ്ങൾ സമന്വയിപ്പിക്കുകയും ചെയ്തിരുന്നത് എന്നത് ആ സീരിയലിൽ നിന്ന് എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അസാമാന്യമായ ഒരു വൈഭവം, അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള വലിയൊരു പാണ്ഡിത്യം, അതിൻ്റെ പിറകിലുള്ള വലിയൊരു ഒരു തപസ്. ഇത്രയും ജ്ഞാനം സംഭരിക്കണമെങ്കിൽ അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയ വലിയൊരു തപസ്സിൽ നിന്നാണ് ഇതുപോലുള്ള ഒരു ജ്ഞാനമണ്ഡലം അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചത്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. വാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഉപാസകർ ആയിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും അവർ വാക്കിലാണ് ശ്രദ്ധ. ഈ വാക്കും അതിൻ്റെ പുറകിലുള്ള ചിന്തയും അതാണ് അവരുടെ ബൗദ്ധിക മണ്ഡലത്തെ മുന്നോട്ട് നയിക്കുന്നത്, അതിനെ പ്രഭാപൂർണമാകുന്നത്. ONV ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കവിത, ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. കാലത്തിൻ മലർശാകി ചൂടിയെഴിയും പുഷ്പങ്ങളും കൊക്കിൽ നിന്നാലോല സ്വരവന്ദനങ്ങൾ ചൊരിയെ കാണാതെയാം പക്ഷിയും ജീവിക്കും സ്മൃതിതൻ ഉദാത്ത വിമല ശ്രീതാവും ഈ വേദിയിൽ വാഴ്വിൻ നശ്വരതയ്ക്ക് നാശമരുളും വാക്കേ ശുഭം നേരുക എന്ന്. വാഴ്വിൻ്റെ നശ്വരതയ്ക്ക് നാശം അരുളുന്നത് വാക്കാണ്. ജീവിതം വളരെ നശ്വരമാണ്, വളരെ ചെറിയ കാലഘട്ടമാണ്. പ്രൊഫസർ വിശ്വംഭരൻ ഇന്ന് നമ്മോടൊപ്പമില്ല, അദ്ദേഹം പോയി. പക്ഷേ ഈ വാഴ്വിൻ്റെ ഈ നശ്വരത, ഇതിന് നാശമരുളുവാൻ കെൽപ്പുള്ള ഒരേ ഒരു വസ്തു അത് വാക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് വാഴ്വിൻ നശ്വരതയ്ക്ക് നാശമരുളും വാക്കേ ശുഭം നേരുക എന്ന് കവി എഴുതാൻ കാരണം. അപ്പോൾ പ്രൊഫസർ വിശ്വംഭരൻ എഴുതി വെച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മഹാഭാരത പര്യടനം ഒരു പുനർവായന എന്ന പുസ്തകത്തിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ഈ സീരിയലിലെ മഹാഭാരത സീരിയലിലുമൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. വാഴ്വിൻ്റെ നശ്വരതയ്ക്ക്, അദ്ദേഹത്തിൻ്റെ വാഴ്വിൻ്റെ നശ്വരതയ്ക്ക് നാശം വരുന്ന വാക്കുകളായി അവ പരിലസിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാക്കുകളിലൂടെ അദ്ദേഹം എപ്പോഴും ജീവിക്കുകയാണ്. അതിനെക്കുറിച്ച്, ആ കാര്യങ്ങളെക്കുറിച്ച്, ആ ജ്ഞാനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരെല്ലാം അത്തരം വാക്കുകളിലൂടെ അദ്ദേഹത്തെ വീണ്ടും കാണുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലങ്ങൾ അനുഭവിക്കുന്നു. ആ ജ്ഞാനമണ്ഡലത്തിലേക്ക് പോകുവാനായിട്ട് ആ വാക്കുകളെ ഉപയോഗിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ എത്ര പല ഭാഷകളിൽ ഉള്ള ജ്ഞാനം, ചെറുപ്പം മുതലേ അത് ഈ ജ്ഞാനത്തോടുള്ള വളരെ വലിയ ഒരു ആഗ്രഹം, അതാണ് അദ്ദേഹത്തെ മുന്നോട്ട് ചലിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഒരു ജന്മസിദ്ധിയായിട്ടുള്ള ഒരു താല്പര്യമാണ്.
എല്ലാവർക്കും ഒരേ കാര്യത്തിലല്ല താല്പര്യം. ജനിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ വേറെ പല പല കാര്യങ്ങളിലാണ് താല്പര്യം. ചില ആളുകൾക്ക് മാത്രം അവർക്ക് ഈ ജ്ഞാനത്തോട് വളരെ വലിയ അഭിനിവേശം ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നു. അവർ ജീവിതം മുഴുവൻ ആ ജ്ഞാനത്തെ പിന്തുടരും. അതെവിടെയുണ്ടെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അവരതിനെക്കുറിച്ച് അതിൽ ആകൃഷ്ടരാകുന്നു. അവരുടെ ചിന്താമണ്ഡലം മുഴുവൻ ഈ ജ്ഞാനത്തിൻ്റെ പ്രഭ മാത്രമാണ് വ്യാപരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു ജ്ഞാനത്തിനെ പിന്തുടർന്ന് ഒരു താപസൻ പോലെ പിന്തുടർന്ന വ്യക്തിയാണ് പ്രൊഫസർ തുറവൂർ വിശ്വനാഥൻ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ജ്ഞാനമണ്ഡലത്തിൽ ആകൃഷ്ടനായി വള്ളത്തോളടുത്ത് എഴുതിയിട്ടുണ്ട്, ബുദ്ധി കൊണ്ട് ചിറകുകൾ സമ്പാദിച്ച് എത്ര മേലോട്ട് കയറി പറന്നാലും മാനവന് മുൻ മട്ടിലെ ദൂരസ്ഥം ജ്ഞാനദേവതയെ നിന്നഭോമണ്ഡലം എന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ജ്ഞാനം വഴി അന്വേഷിക്കുന്ന ആളുകൾക്കെല്ലാം, അന്വേഷിച്ചാണ് പോകുന്നവർക്കെല്ലാം കുറെ കഴിയുമ്പോൾ മനസ്സിലാകും ഈ ജ്ഞാനദേവതയുടെ നഭോമണ്ഡലം വളരെ ദൂരസ്ഥമാണ്. ബുദ്ധി കൊണ്ടുള്ള ചിറകുകൾ കൊണ്ട് എത്ര മേലോട്ട് കയറി പറന്നാലും അവിടെ എത്തുവാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാവുമ്പോഴാണ് അവരുടെ ജ്ഞാനം പൂർണ്ണമാവുന്നത് എന്നാണ് സത്യം. കാരണം ഈ പണ്ട് സോക്രട്ടീസ് പറഞ്ഞു, അവെയർനെസ് ഓഫ് ഇഗ്നോറൻസ് ഈസ് വിസ്ഡം. അവെയർനെസ് ഓഫ് ഇഗ്നോറൻസ് ഈസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നാണ് പറഞ്ഞത്. ഈ വിസ്ഡം എന്ന് പറയുന്നത്, പ്രജ്ഞാനം എന്ന് പറയുന്നത് ഒരാളുടെ അവെയർനെസ് ഓഫ് ഇഗ്നോറൻസ് ആണ്. സ്വന്തം അറിവില്ലായ്മയെ കുറിച്ച് അറിവുണ്ടാകുമ്പോഴാണ് അത് വിസ്ഡമാകും. അതിൻ്റെ ഒരു കാരണം, ഒരു വ്യക്തി എല്ലാം അറിഞ്ഞ് വളരെ പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തി, എല്ലാം അറിയാവുന്ന രണ്ടാളുകൾ എടുക്കുക, രണ്ടുപേർക്ക് എല്ലാം അറിയാം, ഒരേ മാതിരി അറിവാണ്. ഒരാൾക്ക് ഒരു കാര്യം കൂടി കൂടുതൽ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ തൻ്റെ അറിവ് പരിമിതമാണ് എന്നും കൂടി അറിയാം എന്ന് വിചാരിക്കും. അപ്പൊ രണ്ടാമത്തെ ആൾ കൂടുതൽ അറിവുള്ളവനായി. എല്ലാം അറിവും ഉള്ള രണ്ട് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ആൾക്ക് ഒരു ചെറിയ അറിവും കൂടി നമ്മൾ കൂടുതൽ കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അറിവെല്ലാം വളരെ പരിമിതമാണ്, ഇത് വളരെ നിസാരമാണ് എന്നുകൂടി ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വ്യക്തി ഒന്നാമനേക്കാൾ അറിവുള്ളവരാണ്. കാരണം ഈ അവെയർനെസ് ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത് വലിയൊരു അറിവാണ്. അത് അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുകയില്ല. അറിവ് അത് എല്ലാ അറിവും നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വേറെ അടുത്തൊരു സ്റ്റെപ്പിലേ അത് കിട്ടുള്ളൂ, അടുത്ത ഒരു നടപടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ സ്വന്തം അറിവില്ലായ്മയെ കുറിച്ച് കൂടി അറിവ് നേടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിപൂർണത, അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ വിശ്വംഭരൻ്റെ ജീവിത രീതിയിലും വാക്കിലും നോക്കിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെയാണ് ഒരു വ്യക്തി മഹാനാവുന്നത്. അറിവുകൊണ്ട് മാത്രം ആരും മഹാനാവുന്നില്ല. ആ അറിവിൻ്റെ പൂർണ്ണതയിൽ, അറിവിൻ്റെ നിസാരതയെക്കുറിച്ചുള്ള ബോധം കൂടി വരുമ്പോഴാണ് മഹത്വം ഉത്ഭവിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് പ്രൊഫസർ തുറവൂർ വിശ്വനാഥൻ. കാരണം ടോൾസ്റ്റോയാണ് പറഞ്ഞത്, അതായത് there is no greatness where there is no simplicity, goodness and truth എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്. ഈ ഗ്രേറ്റ്നസ്, മഹത്വം എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് there is no greatness where there is no simplicity, goodness and truth. അപ്പൊ ഈ ലാളിത്യം, നന്മ, സത്യം, ഈ ത്രയം, സത്ത്, ചിത്ത്, ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു ത്രയം, ഇത് ഈ പ്രൊഫസർ വിശ്വംഭരൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ലാളിത്യം, സിംപ്ലിസിറ്റി, ഗുഡ്നെസ് ആൻഡ് ട്രൂത്ത്, അത് മൂന്നും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം ആ മൂന്ന് കാര്യങ്ങളിൽ ഒരുമിച്ച് ചേർന്ന്, അത് ഒരുമിച്ച് ചേർത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറി എന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സിംപ്ലിസിറ്റി, ഗുഡ്നെസ്, ട്രൂത്ത് പറയുമ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ, ഇന്നത്തെ യുഗത്തിൽ ഈ സത്യം എന്ന് പറയുന്നത് വളരെ എങ്ങനെയാണ് ഇത് അപ്രധാനമായിട്ട് മാറുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു യുഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പോസ്റ്റ് ട്രൂത്ത് വേൾഡ്. A light travels halfway around the world by the time the truth is putting on its shoes എന്ന് പറഞ്ഞിട്ടുണ്ട് ബെർണാഡ് ഷാ. അത് ഒരു നുണയ്ക്കാണ് പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് നുണയോടാണ് എല്ലാവർക്കും താല്പര്യം. അത് പെട്ടെന്ന് സഞ്ചരിക്കുന്നു, വളരെ പെട്ടെന്ന്. സത്യം എന്ന് പറയുന്നത് വളരെയധികം പതുക്കെയാണെന്ന് മാത്രമല്ല, ട്രൂത്ത് ഹർട്ട്സ് ആൻഡ് ലൈ കംഫർട്ട്സ് എന്നാണ് പറയുന്നത്. ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഹർട്ട് ചെയ്യും. അത് ഹർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ്.
അതിന് ലൈ ഈസ് കംഫർട്ടിങ്, അത് വളരെ കംഫർട്ടിങ് ആണ്. അതുകൊണ്ട് ആളുകൾക്കെല്ലാം ലൈ നുണയോടാണ് താല്പര്യം, അസത്യത്തോടാണ് സ്നേഹം. കാരണം എല്ലാവർക്കും കംഫർട്ടാണ് വേണ്ടത്. അപ്പം ഈ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന ആ രംഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടാതെ നുണകൾ കൊണ്ട് അല്ലെങ്കിൽ അസത്യങ്ങൾ കൊണ്ട് ഒരു നല്ല ഒരു ഗോപുരം നിർമ്മിച്ച്, ഒരു ദന്തഗോപുരം നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ സുഖവാസം ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും ആധുനിക ലോകത്തെ മനുഷ്യരെല്ലാം. അതുകൊണ്ട് ഈ സത്യം എന്ന് പറയുന്ന ആ ഒരു ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ആ പ്രതിഭാസത്തെ ഇങ്ങനെ നേരിട്ട് നോക്കാനും അതുമായിട്ട് ഇടപെടാനും അതിൽ ജീവിക്കാനും മനുഷ്യർക്ക് ഇഷ്ടം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ടാണ് പണ്ട് ഈ ഉപനിഷത്തിലെ ഈശാവാസി ഉപനിഷത്തില് ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്ന സത്യധർമ്മമായ ദൃഷ്ടയെ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനത് തർജ്ജമ ചെയ്തതാണ്. മറച്ചിരിക്കുന്നു സുവർണപാത്രം കൊണ്ടെങ്ങുമേ സത്യമുഖസ്വരൂപം, ഹേ സൂര്യ മാറ്റിയിടുക തങ്ങ് സത്യം ദർശിച്ചു കൊള്ളട്ടെ ഇവൻ സ്വധർമ്മി എന്നാണ്. സൂര്യനോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തെ മറച്ചിരിക്കുന്ന ഈ സ്വർണ്ണപാത്രം മാറ്റിത്തരാൻ സൂര്യനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് സൂര്യനോട് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. സൂര്യന്റെ വെളിച്ചം, ഈ പ്രകാശം, അതാണ് സത്യത്തിനെ ഈ സുവർണപാത്രം മാറ്റുവാൻ കെൽപ്പുള്ള ഒരേ ഒരു കാര്യം. അതുകൊണ്ടാണ് സൂര്യനോട് പ്രാർത്ഥിക്കുന്നത്. വെളിച്ചമാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ സത്യത്തിന്റെ മുഖം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സൂര്യരശ്മികൾ ആകുന്ന വെളിച്ചം, ജ്ഞാനത്തിന്റെ വെളിച്ചം അടുപ്പിച്ച് ഈ സത്യത്തെ മറച്ചിരിക്കുന്ന ഈ സുവർണപാത്രം മാറ്റിത്തരണമേ എന്നാണ് പ്രാർത്ഥന. വയലാറിന്റെ കവിതയിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി എന്നാണ്. സത്യത്തിനെത്ര വയസ്സായി? അദ്വിത്തിരകളൻ വാചാലതയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു, ഉത്തുംഗ വിന്ധ്യ ഹിമാചലങ്ങൾക്ക് അതിന് ഉത്തരമില്ലായിരുന്നു, അന്ധകാരത്തിനെ കാവിയുടിപ്പിച്ച് സന്ധ്യ പടിഞ്ഞാറ് വന്നു, സത്യത്തെ മിഥ്യതൻ ചുട്ടികുത്തിക്കുന്ന ശില്പിയെപ്പോൾ നിഴൽ നിന്നു. ഇപ്പൊ സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി? സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മഞ്ഞിൽ ഈ ശാശ്വത സത്യം എന്ന് വയലാർ എഴുതിയത് ഈ ഈശാവാസിലെ അതേ വരി അതുപോലെ എഴുതി വെച്ചിട്ടാണ്. അപ്പോ അതുകൊണ്ട് സൂര്യനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെളിച്ചം, ജ്ഞാനത്തിന്റെ വെളിച്ചം എങ്ങനെ തരാൻ സാധിക്കുമെന്നുള്ളത്. ഈ സൂര്യന്റെ രശ്മികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ വളരെയധികം പ്രകാശോർജ്ജം പുറപ്പെടുന്നുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശോർജ്ജത്തിന്റെ ഏതാണ്ട് 30% ഈ അന്തരീക്ഷത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യും. അത് തിരിച്ചെന്ന് വിടും. റിഫ്ലക്ഷനാണ് അന്തരീക്ഷത്തിന് അങ്ങനെ ഒരു സ്വഭാവമാണ്. പിന്നെ ബാക്കിയുള്ള 70% ഒരു 30% ഈ അന്തരീക്ഷം അബ്സോർബ് ചെയ്യും, അത് ഇങ്ങോട്ട് വിടുകയാണ്. അതുകൊണ്ടാണ് ഈ അന്തരീക്ഷ എന്താണ് താപ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ പറയുന്നില്ലേ, അതൊക്കെ സംഭവിക്കുന്നത്, ചൂട് കൂടുന്നത്. പിന്നെ ബാക്കി 60% പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ഒരു 17% ഈ സമുദ്രം മുഴുവൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ എത്രയായി? 60, 17, 77% അത് പോയി. പിന്നെ ബാക്കി വരുന്ന എല്ലാം കൂടി ബാക്കി വരുന്നതിൽ ഒരു 17% ഇവിടെ ഈ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. 23% സമുദ്രം അബ്സോർബ് ചെയ്യും. 17. അപ്പൊ 30, 23 അത് പോയി കഴിഞ്ഞാൽ ബാക്കി 17% ഭൂമിയിലേക്ക് എത്തപ്പെടുന്നുള്ളതാണ്. ഈ സത്യം ഇതുപോലെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഒരു 30% ഈ ലോകത്ത് പവർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പവർ ഇതിനെ അങ്ങ് തിരിച്ചുവിടും, മന്ത്രത്തേക്ക് അങ്ങ് തിരിച്ചുവിടും. സത്യം കണ്ടു കഴിഞ്ഞാൽ ഈ പവറിന് അങ്ങനെ ഒരു നേച്ചറാണ്. സത്യത്തിന് ഇഷ്ടമല്ല, അതിനെ റിഫ്ലക്ട് ചെയ്ത് കളയും. അപ്പോൾ പവർ വിൽ റിഫ്ലക്ട് 30%. ബാക്കിയുള്ളതിൽ 30% അന്തരീക്ഷം അബ്സോർവ് ചെയ്യുന്ന പറഞ്ഞ പോലെ മനുഷ്യന് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ ഹിപ്പോക്രസി വിൽ അബ്സോർവ് 30%. പിന്നെ ഒരു 23% സമുദ്രം അബ്സോർവ് ചെയ്യുന്ന പറഞ്ഞ പോലെ മനുഷ്യർക്കുള്ള എല്ലാവർക്കും ഉള്ള ഈ അസത്യത്തിനോടുള്ള സ്നേഹവും പിന്നെ ഈ കംഫർട്ട് കൊണ്ടുണ്ടാവുന്ന ഇഷ്ടവും കാരണം ഒരു 23% അത് അബ്സോർവ് ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് 17% വന്ന് ഹൃദയത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, സത്യം അത് ഹൃദയത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ 17%-ൽ 16% ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സൈലൻസ് കൊണ്ട് ഈ കാണുകയല്ല, ഇല്ലാതെ പോകും.
ഉണ്ടായിരിക്കും. സൈലൻസ് the society suffers not due to the violence of bad people but because of the silence of good people എന്നാണ് പറയുന്നത്. അപ്പം ഈ ബാക്കി 17% വന്നു വീഴുന്ന ഈ മനസ്സിൽ വന്നു വീഴുന്നത് ഈ സൈലൻസിൽ 16 തീരും, പിന്നെ 1% ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ സൂര്യന്റെ വെളിച്ചം, ഈ ജ്ഞാന വെളിച്ചം വന്ന് വീണാലും സത്യത്തിന് പുറപ്പെടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സത്യത്തെ നേരിട്ട് നോക്കുക, ജ്ഞാനം കൊണ്ട് കാണുക, അതിനുള്ള ഒരു കാഴ്ചശക്തി വികസിപ്പിക്കുക. ഇത് ജീവിതപ്രദമായി സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ പ്രഭു വിശ്വംഭരൻ എന്നതുകൊണ്ടാണ് അദ്ദേഹം നിസ്തന്ത്രമായി നിരന്തരമായി ഇടതടവില്ലാതെ ഈ ജ്ഞാനത്തെ അന്വേഷിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒരു തപസ്സാക്കി മാറ്റുകയും അത് അങ്ങനെ ഒരു എന്താണ് ഒരു ജ്ഞാനയോഗിയായി സ്വയം പരിവർത്തനം ചെയ്യുകയും ചെയ്തത്. അദ്ദേഹത്തിന് പക്ഷേ അതൊന്നും മുഴുവൻ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഒരു പുസ്തകം എഴുതി, രണ്ടാമത് ഒരു പുസ്തകം കൂടി എഴുതാനായിട്ട് തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹം നിര്യാതനായത്. അപ്പം അറിവിൻ്റെ മണ്ഡലങ്ങൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സമയം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മാത്രം അറിവ് അദ്ദേഹം സമ്പാദിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹികമായ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, സുഹൃത്തുക്കളുടെ കാര്യങ്ങളിലെല്ലാം വളരെയധികം താല്പര്യം എടുത്ത് അതിലെല്ലാം ഇടപെടുകയും എല്ലാവർക്കിടയിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാത്മകമായിട്ടുള്ള ഒരു ചിന്തയും സാത്മകമായിട്ടുള്ള ഒരു അനുഭവവും അവശേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അപ്പോൾ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഇങ്ങനെ ഓർമ്മിക്കുവാനായിട്ട് മുൻകൈ എടുത്തതിന് ഞാൻ തപസ്യയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ വർഷവും അത് ചെയ്തു വരുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് രണ്ടാമത് മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ പ്രൊഫസർ പ്രബോധൻ നായർ, ഇത് ഞങ്ങൾ കുറച്ച് വർഷമായിട്ട് ഈ ഓൺലൈനിലാണ് കാണുന്നത്, മിക്കവരും കാണാറുണ്ട്. കാരണം ഈ ഭാഷാ മാർഗനിർദ്ദേശക സമിതി എന്നൊരു സമിതിയുണ്ട്. അതിന് കുറച്ച് വർഷങ്ങളായിട്ട്, എനിക്ക് വന്നൊരു 3-4 വർഷമായിട്ട് ഞാനതിൻ്റെ ഒരു ചെയർമാനാണ്. ഗവൺമെൻറ് വെച്ചിരിക്കുന്ന കമ്മിറ്റിയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പ്രൊഫസർ പ്രബോധൻ നായർ. ഈ സമിതി തുടങ്ങിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, അന്ന് വയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ മലയാള ഭാഷയ്ക്ക് മാത്രം ഒരു ഏകീകൃത രൂപമില്ല. അത് ഈ ഭാഷ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞ പോലെ 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്കും 1 മലയാളം, 1 മലയാളിക്കും മലയാളമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഈ 6 മലയാളിക്ക് 100 മലയാളമായിട്ടിരിക്കുന്ന ഈ മലയാളം ആർക്ക് തോന്നിയ മാതിരിയൊക്കെ ആളുകൾക്ക് എഴുതാം, ഏത് ലിപി ഉപയോഗിക്കുക, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാഷയെ എങ്ങനെ നമുക്ക് ഒരു കുറച്ചുകൂടെ ഏകീകൃതമായ രൂപം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രിന്റിങ്ങിൽ. അതിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അത് പ്രകാരം ഞങ്ങൾ കമ്മിറ്റി കൂടി അതിൽ ഇദ്ദേഹം വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നൽകുകയുണ്ടായി. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം ഒരു ജ്ഞാന മാർഗത്തിൽ അന്വേഷണം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. മലയാളം, സംസ്കൃതം, തമിഴ് തുടങ്ങിയ ഭാഷകൾ മാത്രമല്ല, ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ ഭാഷാശാസ്ത്രത്തിൽ വളരെ വലിയ പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് പ്രൊഫസർ പ്രബോധൻ നായരോട് ഏതെങ്കിലും ഭാഷാശാസ്ത്രത്തിലോ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള വളരെ ഒരു പ്രബന്ധം തന്നെ അദ്ദേഹം ഇങ്ങനെ മനഃപ്പാഠമായിട്ട് പറഞ്ഞു കളയും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു സംശയമോ ഒരു ഇതുണ്ടെങ്കിൽ പ്രൊഫസർ പ്രബോധനത്തിനോട് ചോദിച്ചാൽ മതി. അതിൻ്റെ പ്രബന്ധം ഉടനെ തന്നെ നമുക്ക് ഇപ്പം ഈ ഇതെല്ലാം ChatGPT-യിലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു ChatGPT-യാണ് ഈ പ്രൊഫസർ പ്രബോധൻ നായർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ സമർപ്പിക്കേണ്ടത്. ഇതുപോലെ ഒരു വലിയ ലിംഗ്വിസ്റ്റ് ഞാൻ കേട്ടിരിക്കുന്നത് ഒരു നോവാം ചോംസ്കി എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം ആണ് ഈ ഭാഷയുടെ പ്രാധാന്യം, ഭാഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഉത്ഭവിക്കുന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയ അമേരിക്കൻ ലിംഗ്വിസ്റ്റാണ്. ഈ ഭാഷ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അത് മനുഷ്യന് യുണീക്കാണ്, മനുഷ്യന് മാത്രമുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു കഴിവാണ്. നമ്മുടെ തലച്ചോറിലെ ബയോളജിക്കലായിട്ടുള്ള കഴിവാണെന്നാണ് ഈ ചോംസ്കി പറഞ്ഞിരിക്കുന്നത്. അത് മനുഷ്യൻ ജനിക്കുമ്പോൾ നമുക്കുടെ ഉള്ളിൽ ഭാഷ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുമായിട്ട് തലച്ചോറ്, നമ്മൾ കണ്ണും മൂക്കും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആയിട്ട് മനുഷ്യൻ ജനിക്കുന്നത് പോലെ
ഭാഷ പ്രയോഗിക്കാനും മനസ്സിലാക്കാനുമുള്ള ഈ സംവിധാനവുമായിട്ട് ജനിക്കുകയാണ് മനുഷ്യൻ. അങ്ങനെ ജനിക്കുന്നതുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് മാത്രമേ ഈ ഭാഷ ഇങ്ങനെ വഴങ്ങുന്നത്. അല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും കുറേയൊക്കെ ഭാഷ ഉപയോഗിച്ചേനെ. പക്ഷെ ചിലപ്പോൾ ചില മൃഗങ്ങൾക്കൊക്കെ കുറച്ച് ഈ സംവിധാനം ഉണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഈ ഭാഷ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. മനുഷ്യൻ്റെ ജ്ഞാനം, അത് നേടൽ, അത് സൂക്ഷിച്ചു വെക്കൽ, അതന്വേഷിക്കലെല്ലാം ഭാഷ വഴിയാണ്. ഈവൻ ഈ ഗണിതം എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അതും ഒരു ഭാഷയാണ്. ഗണിതശാസ്ത്രം ഒരു ഭാഷയാണ്. അത് വേറെ ലോജിക്കിൻ്റെ ഭാഷ എന്നുള്ളതുണ്ട്. എല്ലാ കാര്യത്തിനും ഓരോ ഭാഷയുണ്ട്. സാഹിത്യത്തിന് ചില ഭാഷകൾ ചില കാര്യത്തിന് വളരെ പ്രത്യേകം യോജിച്ചതാണ്. ഗണിതശാസ്ത്രം ലോജിക്കിന്, യുക്തിക്ക് യോജിച്ച ഏറ്റവും നല്ല ഭാഷയാണ്. മലയാളം സാഹിത്യത്തിന് ഏറ്റവും യോജിച്ച ഭാഷയാണ്. ഏറ്റവും സാഹിത്യ സംബന്ധിയായ ഭാഷ മലയാളം. അപ്പം സാഹിത്യത്തിന് ഏറ്റവും നല്ലൊരു ഭാഷ എന്ന് നമ്മൾ ശ്രേഷ്ഠ ഭാഷ സംസ്കൃത ഭാഷ എന്നാണ്. സന്നികൃഷ്ടാത്മികൻ ഗംഭീര ശൈലിയും സഖ്യഗിരിതൻ അടിയുറപ്പും ഗോകർണ ക്ഷേത്രത്തിൽ നിർവൃതികൃത്വവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും പിന്നെ സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണ് എൻ ഭാഷ എന്ന് വള്ളത്തോൾ പറഞ്ഞതാണ്. ഈ സംസ്കൃത ഭാഷയുടെ ഔജസ്സും തമിഴിൻ്റെ സൗന്ദര്യവും ചേർന്ന ഒരു ഭാഷ, അത് ലോകത്തിൽ വേറൊരു ഭാഷയില്ല. അങ്ങനെ മലയാളം മാത്രമേ ഉള്ളൂ. കാരണം ഈ രണ്ട് ഭാഷകളും വളരെ പുരാതനമായ, ലോകത്തിലെ 6 or 7 ഏറ്റവും പുരാതന ഭാഷകളിലെ പ്രധാനപ്പെട്ട ഭാഷകളാണ് സംസ്കൃതവും തമിഴും. അതെല്ലാം അതിൻ്റെ സംസ്കൃത ഭാഷ തന്നെ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ചേർന്ന മലയാള ഭാഷ. ഇതിൽ ഈ സംസ്കൃതത്തിലും തമിഴിലും പാണ്ഡിത്യം നേടിയ ആളാണ് പ്രബോധേന്ദ്രൻ നായർ മലയാളത്തിൽ. ഈ 3 ഭാഷകളിലും അദ്ദേഹം വളരെയധികം പ്രാഗൽഭ്യം നേടുകയും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും ലിംഗ്വിസ്റ്റ് വലിയ, അതോടൊപ്പം തന്നെ കഥകളി പോലുള്ള നമ്മുടെ കലാരംഗത്തെ ഏറ്റവും, കഥകളി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്ലാസിക്കൽ ഡാൻസിൽ ഉള്ള ഒരു കലാരൂപമാണ്. അപ്പം അത്ര ഉയർന്ന ആ കലാരൂപത്തിൽ അതിൽ പ്രാവീണ്യം നേടി കലാമണ്ഡലം ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ച പ്രൊഫസർ പ്രബോധേന്ദ്രൻ നായർക്ക് ഈ അവാർഡ് കൊടുക്കുന്നത് വളരെയധികം അത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഈ പുരസ്കാര ലബ്ധിയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ ഈ ചടങ്ങ് ഇനിയും വളരെയധികം ആളുകൾ സംസാരിക്കാനുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം.